തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ, നമുക്ക് ഒരു രക്ഷകൻ ജനിച്ചതിൻ്റെ ആഹ്ലാദം പകർന്നു നൽകുന്ന ദിനമാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ വചനം പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവം നമ്മളോട് അടുത്ത് സംസാരിക്കുവാൻ തക്കവിധം നമ്മളോടൊപ്പം ആകുവാൻ കണ്ട ഒരു മാർഗമാണ് ക്രിസ്മസ് എന്ന് കൂടി തിരിച്ചറിയണം. ദൈവം നമ്മളോടൊപ്പം വസിക്കുവാനായിട്ട് കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ ജനനം, യേശുവിൻ്റെ ബെത്ലഹേമിലെ ജനനമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ലോക ചരിത്രത്തെ രണ്ടായി മാറ്റുവാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ ജനനത്തെ ദൈവം ഇടവരുത്തി. അതുകൊണ്ട് ഇതൊരു ചരിത്ര സംഭവം കൂടിയാണ്. BC എന്നും AD എന്നും ലോക ചരിത്രത്തെ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ രണ്ടായി മാറ്റുവാൻ തക്കവിധം ക്രിസ്തു ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ദിനമാണ് ക്രിസ്മസ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പാലിച്ചത്, പൂർത്തീകരിച്ചതിൻ്റെ തിരുനാളാണ് ക്രിസ്മസ് എന്ന് കൂടി തിരിച്ചറിയുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യ മാതാപിതാക്കൾ അവർ ദൈവകൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. കാരണം നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവൻ്റെ സന്തതിയും തമ്മിൽ ശത്രുതയുളവാക്കും. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15 ദൈവം കൊടുത്ത വാഗ്ദാനം, രക്ഷകനെ ദൈവം വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം പൂർത്തീകരിച്ച ദിനമാണ് ക്രിസ്മസ് ദിനമെന്ന് തിരിച്ചറിയണം. അതമ്പതിച്ച മനുഷ്യവർഗത്തെ തള്ളിക്കളയാതെ തൻ്റെ ഏകജാതനിലൂടെ രക്ഷിക്കുവാനും ദത്തുപുത്രരായി നമ്മളെ മാറ്റുവാനും ദൈവം ഇടപെട്ട ദിനമാണ് ക്രിസ്മസ്. ഗലാത്യരുടെ ലേഖനത്തിലെ 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രരാക്കി ദത്തുപുത്രരാകേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ദത്തുപുത്രരാകുവാനായിട്ട് ദൈവം തന്നെ അനുവദിച്ച ദിനമാണ് ക്രിസ്മസ്. തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അവകാശം നൽകി, കഴിവ് നൽകിയെന്ന് പറയുമ്പോൾ ആരൊക്കെ ബെത്ലഹേമിലെ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുന്നുവോ, ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി ഉൾക്കൊള്ളുന്നു, അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളായി, പുത്രന്മാരായി മാറുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. കൃപയും സത്യവും നിറഞ്ഞ ദൈവം ഭൂമിയെ സ്പർശിച്ച ദിനമാണ് ക്രിസ്മസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനമെന്ന് മാലാഖമാർ ഉദ്ഘോഷിച്ചത് ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയെ തൊട്ടതാണ് ക്രിസ്മസ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുന്നതിന് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം പ്രവചനങ്ങൾ നടത്തി. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ക്രിസ്മസിലെ പുൽക്കൂട്ടിൽ ജനിച്ച യേശു എന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10 ചെങ്കോൽ യൂദായെ വിട്ടുപോകില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല, ജനതകൾ അവനെ അനുസരിക്കും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 7:14 നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദായുടെ വംശത്തിലാണെന്ന് അത് സ്പഷ്ടമാക്കുന്നു. വീണ്ടും വെളിപാട് 5:5 അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കുക, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു, അവന് ചുരുൾ നിവർത്തുവാനും ശബ്ദമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. പ്രിയമുള്ളവരെ,
ക്രിസ്തു യൂദാ വംശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമെന്ന്, രക്ഷകൻ കടന്നു വരുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ബത്ലഹേമിൽ ജനിച്ച യേശു എന്ന് തിരിച്ചറിയണം. ക്രിസ്തു കന്യകയിൽ നിന്ന് ജനിക്കും എന്ന് പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14. അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം നൽകും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. ബത്ലഹേമിലെ പിറന്ന യേശു ഇമ്മാനുവേലായി വന്ന യേശു, അവൻ നമ്മോടൊപ്പം വസിക്കുന്ന ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ സുദിനമാണ് ക്രിസ്മസ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1:22-23 നമ്മൾ കാണുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിനത്തിൽ നമ്മുടെ ഉള്ളിലൊരു തിരിച്ചറിവുണ്ടാകണം, ഇത് ലോക ചരിത്രത്തെ രണ്ടാക്കി മാറ്റിയ സംഭവമാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ സംഭവമെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു ദാവീദിൻ്റെ പുത്ര പരമ്പരയിൽ നിന്ന് വരുമെന്ന് പറയുന്നുണ്ട് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:6-7. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്, അവൻ്റെ സമാധാനം അനന്തവും. ലൂക്കയുടെ സുവിശേഷത്തിൽ 1:26 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ പുത്രപരമ്പരയിലൂടെ രക്ഷകൻ കടന്നു വരുമെന്നുള്ള പ്രവാചക വചനം പൂർത്തീകരിച്ച ദിനമാണ് ക്രിസ്മസ്. ക്രിസ്തു ബത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5:2 പറയുക, ബത്ലഹേം എഫ്രാത്ത യൂദ, നീ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. കാരണം യുഗങ്ങൾക്ക് മുമ്പേ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ സമയം, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായ അതേ ദൈവം തന്നെ മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനത്തിന് വേണ്ടി, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായിട്ട് അവൻ തന്നെ മനുഷ്യരൂപം ധരിച്ച് യേശുവായി ഈ ഭൂമിയിൽ കടന്നു വന്നത് പ്രവാചകന്മാരുടെ പൂർത്തീകരണം, പ്രവചനങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു സത്യമാണ്, സംഭവമാണ് എന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിനെ രാജാക്കന്മാർ സന്ദർശിക്കുന്നത്, സാഷ്ടാംഗം പ്രണമിച്ച് കാഴ്ചകൾ അർപ്പിക്കുന്നതുമൊക്കെ മുൻകൂട്ടി നേരത്തെ സങ്കീർത്തകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 72-ാം സങ്കീർത്തനത്തിൽ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രാജാക്കന്മാർ അവനെ കണ്ട് മീറയും കുന്തിരിക്കവും സ്വർണവും കാഴ്ചവെക്കുന്നതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് സങ്കീർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 72-ാം സങ്കീർത്തനത്തിൽ 10-11 വാക്യങ്ങൾ, താർശീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ, സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ, എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ, എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 2:11 കാണുന്നില്ല, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചയായി അർപ്പിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ജനനം അത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകുന്ന ഒരു ജനനമാണെന്ന് കൂടി തിരിച്ചറിയണം. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കയുടെ സുവിശേഷം 2-ാം വാക്യം. നല്ല മനസ്സുള്ളവർക്ക് ലഭിക്കുന്നതാണ്, സമാധാനമാണ് ക്രിസ്മസ് എന്ന് കൂടി തിരിച്ചറിയണം. വെറുപ്പിൻ്റെ വാശിയുടെ മതിലുകൾ സൃഷ്ടിച്ച് അഹങ്കാരത്തിൻ്റെ കാപഢ്യത്തിൻ്റെ ജീവിതം നയിക്കുന്നവർക്ക് ക്രിസ്മസ് ഒരു സന്തോഷത്തിൻ്റെ അനുഭവം നൽകണമെന്നില്ല. കാരണം അവർക്ക് ക്രിസ്തു എന്നുള്ളത് അവർക്ക് ഒരു അസ്വസ്ഥതയുടേതാണ്. ഹെറോദേസും അവൻ്റെ ആ രാജകൊട്ടാരവും അസ്വസ്ഥമായി എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. കാരണം കാപഢ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ, അധികാരത്തിൻ്റെ ഭ്രമത്തിൽ അഹങ്കാരത്തിൻ്റെ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്മസ് ഒരു അനുഭവമാകണമെന്നുമില്ല. ക്രിസ്മസ് ഒരു അനുഭവമാകണമെങ്കിൽ നീ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയായിട്ട് മാറണം.
നല്ല മനസ്സിൻ്റെ, ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു മനസ്സിന് നീ എളിമയുടെ ഒരു മനസ്സിന് നീ തയ്യാറാവുമ്പോൾ ക്രിസ്മസ് ഒരു അനുഭവമാകും. കാരണം ദൈവം എളിമയുടെ തലത്തിലിറങ്ങിയ ഒരു ശിശുവായി കടന്നു വരുവാൻ തക്ക വിധം എളിമയുടെ രൂപം പൂണ്ട ഒരു ദിനമാണ് ക്രിസ്മസ്. ഫിലിപ്പിയുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി. ക്രിസ്മസ് ഒരനുഭവമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ചിന്തകളോടുകൂടി നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കാനും അതിൽ പങ്കുചേരുവാനും തയ്യാറാകണം. ദൈവം ഈ ഭൂമിയെ തൊട്ട ദിനമാണ്. അതൊരു സംഭവമാണ്, അതൊരു സാന്നിധ്യമാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്മസ്. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ക്രിസ്മസ്. നമ്മളത് അംഗീകരിക്കാനും സ്വീകരിക്കുവാനും തയ്യാറാകണം. അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും മാത്രമായി നമ്മൾ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തെ, ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ നമ്മൾ ചുരുക്കുമ്പോൾ അവിടെ ഒരു ദൈവാനുഭവത്തിന് തടസ്സം അത് ഉണ്ടെന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയുംക്കാൾ ഈശോയുമായുള്ള ഒരു വ്യക്തിബന്ധത്തിന് ഒരു വ്യക്തി ആഗ്രഹിക്കണം. ക്രിസ്മസ് എന്ന് പറയുന്നത് നക്ഷത്രം തൂക്കുന്നത് മാത്രമാണോ? അല്ലെങ്കിൽ ക്രിബുകൾ കെട്ടി ആ ക്രിബുകൾ മാത്രം കെട്ടിവച്ച് ആഘോഷിക്കുന്ന ആഘോഷമാണോ? അല്ല. 1000 പുൽക്കൂടുകളിൽ ക്രിസ്തു ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ലെങ്കിൽ ഈ ആഘോഷത്തിന്, ദൈവത്തിൻ്റെ ഈ സമ്മാനത്തിന് പ്രസക്തിയില്ല. ദൈവത്തിൻ്റെ ഈ സമ്മാനം, ലോകത്തിന് ദൈവം നൽകിയ സമ്മാനം, അതെൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ ഹൃദയം കൊടുക്കണം. ഹൃദയം അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളിൽ മാത്രം മുഴുകിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു അനുഷ്ഠാനം പോലെ ഓരോ വർഷവും വലിയ വലിയ സ്റ്റാറുകൾ ഉണ്ടാക്കി അതിന് കൂടുതൽ സമയം ചെലവഴിച്ച് ആ സ്റ്റാറുകൾ കെട്ടിത്തൂക്കിയിട്ട് ക്രിസ്മസ് രാത്രിയിൽ ദേവാലയത്തിൽ പോകാതെ, പ്രാർത്ഥിക്കാതെ, ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിക്കാതെ നമ്മൾ ഒരാഘോഷത്തിൻ്റെ തലത്തിൽ മാത്രം ക്രിസ്മസ് ആഘോഷിക്കുകയാണെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ള ആഘോഷമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് യേശുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ പുറത്ത് നിർത്തിക്കൊണ്ട് യേശുവുമായുള്ളൊരു വ്യക്തിബന്ധത്തിന് താല്പര്യമെടുക്കാതെ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള ഹൃദയം തുറന്നു കൊടുക്കാതെ ക്രിസ്തുവിനെ പുറത്ത് നിർത്തിക്കൊണ്ട് ഈ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. വ്യാപാര മേഖലകളിൽ, അതല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല തലങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ കാണാം വെറും ഒരാഘോഷമായിട്ട്. ക്രിസ്തുവല്ല. ഒരു സംഭവം ഇപ്രകാരമാണ്. അപ്പൻ്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിലുള്ള മക്കളെല്ലാം ഒരിക്കൽ ഒരുമിച്ച് കൂടി. അപ്പോൾ ഈ അപ്പന് ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞു. അതുപോലെ തന്നെ അപ്പൻ്റെ കാരണം നല്ല ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. മക്കളൊക്കെ നല്ല ഗ്ലാമറായിട്ട് നിൽക്കുക. മക്കൾക്കൊക്കെ സമ്പത്തുണ്ട്, എല്ലാ ആഘോഷം, വലിയ വലിയ കാറും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ അപ്പൻ്റെ ജന്മദിനം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന ഉള്ള മനോഭാവത്തോടെയാണ് ഈ മക്കളെല്ലാം ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. വീട്ടിൽ നമുക്കെല്ലാവരെയും വിളിച്ച് ഒരു ആഘോഷം നടത്തണം. അപ്പോൾ പുറമേ നിന്ന് ഒത്തിരി പേര് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ മക്കൾക്കൊക്കെ അവരുടെ സൗഹൃദങ്ങളിലുള്ളവർ വരുമ്പോൾ ഈ അപ്പൻ്റെ കോലം കാണുമ്പോൾ അതൊരു മോശമാണ്. അപ്പനൊരു സുഖമില്ലാത്ത ഒരു രീതിയാണ്, ചുക്കിച്ചുളിഞ്ഞ ഒരു രീതിയിലാണ് അപ്പൻ്റെ അവസ്ഥ ഇപ്പോൾ. അതിനേക്കാൾ ഉപരി അപ്പൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ഈ ഗ്യാസ് വിടുന്ന സ്വഭാവമുണ്ട്. വായിൽ നിന്ന് ഗ്യാസ് വിടും. അപ്പോൾ ഈ സ്വരമൊക്കെ കേൾക്കുമ്പോൾ ഈ മക്കൾക്ക് അരോചകമാണ്. അപ്പോൾ അവർക്കൊരു തോന്നൽ, ഈ പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ ഈ ആഘോഷത്തിന് വിളിച്ചിട്ട് ഈ അപ്പൻ നമ്മുടെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോമാളിത്തം കാണിച്ചാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അവരെല്ലാം കൂടെ ആലോചിച്ച് നമുക്ക് അപ്പനെ വേറെ എവിടെയെങ്കിലും ഒതുക്കിയെടുത്ത് മാറ്റി നിർത്തിയിരുത്താം. നമുക്ക് ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പനെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ ആൾക്കാർ പോയതിന് ശേഷം. അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു. അവർ ഈ അപ്പനെ ഒഴിവാക്കിക്കൊണ്ട് അപ്പൻ്റെ ജന്മദിനം ആഘോഷിച്ചു. പുറമേ നിന്ന് ഒത്തിരി പേരെ വിളിച്ചു, നല്ല ഭക്ഷണം കൊടുത്തു, അടിപൊളിയായി. വന്നവരൊക്കെ ഈ ആഘോഷങ്ങളിലും അതിമറന്നു പോയി. അവർ അപ്പനെ അന്വേഷിച്ചതുമില്ല. അപ്പൻ എവിടെയുണ്ട്, അപ്പൻ എങ്ങനെയാണ് എന്ന് പോലും അന്വേഷിക്കാനായിട്ട് തയ്യാറാകാതെ കുറേ പേര് വന്നു, ഭക്ഷണവും കഴിച്ച് അവർ തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്മസ് ഇതുപോലെ ആഘോഷം നഷ്ടപ്പെട്ട രീതിയിൽ ആഘോഷിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. ക്രിസ്തുവിനെ പുറത്ത് നിർത്തിക്കൊണ്ട് ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആഘോഷം, ക്രിബുകളിൽ ക്രിസ്തുവിനെ വയ്ക്കാതെ, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീകളൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് കേക്കുകളുമായിട്ട് നക്ഷത്രങ്ങളുമായിട്ട് മാത്രം ക്രിസ്മസിനെ അവസാനിപ്പിക്കുന്ന തലങ്ങളെ കാണാനായിട്ട് പറ്റും.
പ്രിയമുള്ളവരെ, അതല്ല ക്രിസ്മസ്. ക്രിസ്മസ് എന്നുള്ളത് യേശുവുമായുള്ള വ്യക്തിബന്ധമാണ്. ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കാം എന്ന് പറയുന്ന ഒരു ഈശോ, ഹൃദയം തുറന്നു കൊടുക്കുക, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഈശോ, ഹൃദയങ്ങളിൽ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയെ ഗൗരവമായി എടുക്കാതെ നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അത് ദൈവഹിത പ്രകാരമുള്ള ആഘോഷമല്ല എന്ന് തിരിച്ചറിയണം. വർഷങ്ങൾ ഇതുപോലെ ഈ ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാതെ ക്രിസ്മസ് ആഘോഷിച്ച നാളുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നുണ്ട്. കാരണം ദേവാലയത്തിൽ ചിലപ്പോൾ അന്ന് വളരെ മനോഹരമായിട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ദേവാലയ പരിസരങ്ങളിൽ ചെന്ന് നിന്നിട്ട് കുർബാനയിൽ പങ്കെടുക്കാതെ ഈശോയെ സ്വീകരിക്കാതെ പോയ ക്രിസ്മസ് ആഘോഷങ്ങൾ, അതല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയിൽ പള്ളിയിൽ പോയതിന് ശേഷം ആ പള്ളിയിൽ ചെന്നിട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി ഈശോയെ സ്വീകരിക്കാതെ പുറമേയുള്ള വർണ്ണങ്ങൾ കണ്ടിട്ട് അവിടെയോ മറ്റുള്ള സ്ഥലങ്ങളിലെ ഡാൻസുകളും പാട്ടുകളും കണ്ട് അന്നത്തെ ക്രിസ്മസ് അങ്ങനെ ഒതുക്കിയ നാളുകൾ, ഇതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് ക്രിസ്മസിൻ്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തിയ ആഘോഷങ്ങളായിരുന്നെന്ന് കാണുന്നുണ്ട്. എന്നാൽ നവീകരണത്തിൽ വന്നിട്ട് വചനവുമായി ബന്ധപ്പെട്ടപ്പോൾ ക്രിസ്മസ് ഒരു അനുഭവമായി തീർന്ന മറക്കാത്ത ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകളും ഈ ജീവിതത്തിൽ എടുക്കാനായിട്ടുണ്ട്. ജോർജ് കുറ്റിക്കൽ അച്ഛനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ക്രിസ്മസ് ഒരു അനുഭവമായി മാറിയ ഒരു വലിയൊരു സംഭവം ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അന്ന് ആകാശപ്പറവുകളുടെ കൂടെ അവരോടൊപ്പമായിരുന്നു കൊണ്ട് അവരെ സ്നേഹിച്ച് അവരുടെ മുടി വെട്ടി അവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, അതുപോലെ തന്നെ പാതിരാ കുർബാനയിൽ അവരോടൊപ്പം ചെന്ന് കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറി. വീണ്ടും ക്രിസ്മസിൻ്റെ ആ ഒരുക്കത്തിൻ്റെ നാളുകളിൽ കൂട്ടായ്മയോട് ചേർന്ന് ഭക്ഷണപ്പൊതികൾ വീടുകളിൽ നിന്ന് സംഘടിച്ച് തെരുവുകളിൽ കിടക്കുന്നവർക്ക് ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുത്തതിന് ശേഷം ആ പാതിരാത്രിയിലെ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം, ഇതൊക്കെ ക്രിസ്മസിൻ്റെ മങ്ങാത്ത അനുഭവമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് അനുഭവമാകണമെങ്കിൽ എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണം. ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ ആഴപ്പെടണമെങ്കിൽ എളിമയുള്ള ഇടങ്ങളിലേക്ക് നീ ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയണം. ആഘോഷങ്ങളുടെ പെരുമഴയിൽ നിന്ന് മുകളിൽ നിന്ന് നിൽക്കാതെ താഴേക്കൊന്ന് ഇറങ്ങി വരിക. ഈ ആഘോഷങ്ങൾ അന്യമായി നിൽക്കുന്ന എളിമയുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണം. വേദനയുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണം. രോഗികളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ തടവറകളിൽ കഴിയുന്നവരുടെ ഇടയിലേക്ക്, ആസ്പത്രികളിൽ കഴിയുന്നവരുടെ ഇടയിലേക്ക്, തെരുവുകളിൽ ആരാലും ഗൗനിക്കപ്പെടാതെ കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെന്ന് അവരുമായി ഒരു സ്നേഹ സംഭാഷണം നടത്തുമ്പോൾ, അവരുമായി ഉള്ളത് പങ്കുവയ്ക്കുമ്പോൾ ക്രിസ്മസ് നിനക്കൊരനുഭവമായിട്ട് മാറും. കാരണം ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച നമുക്ക് തെരുവുകളിൽ മറ്റ് വേദനയുടെ അനുഭവങ്ങളിലൂടെ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഉള്ളിലെ ഈശോ, ജീവിക്കുന്ന ഒരു ഈശോയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഈ ക്രിസ്മസ് അങ്ങനെയുള്ളൊരു ക്രിസ്മസ് ആക്കി മാറ്റുവാനായിട്ട് നമ്മൾ തയ്യാറാകാം. പാരമ്പര്യമായി ഒരു അനുഷ്ഠാനം പോലെ നമ്മൾ ആഘോഷങ്ങളിലും വർണ്ണങ്ങളിലും മാത്രം ഒതുക്കാതെ യേശു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ക്രിസ്മസ് നമ്മെ സഹായിക്കണം. അതിന് നമ്മൾ ഈ താഴ്ന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെയാണ് ഉണ്ണി പിറക്കുന്നത്. ഈശോയുടെ ജനന സമയത്ത് നമ്മൾ കാണുന്നില്ലേ, സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. സത്രമെന്ന് പറയുന്നത് എല്ലാം ആഘോഷത്തിൻ്റെ അവസ്ഥകളിലായിപ്പോയി. വർണ്ണങ്ങളിലും ആഘോഷങ്ങളിലും നിറഞ്ഞപ്പോൾ ആ സത്രത്തിൽ വന്ന് മുട്ടിയ പരിശുദ്ധ അമ്മയെയും ഈശോയെയും അവർക്ക് ഗൗരവമായി എടുക്കാൻ പറ്റിയില്ല. ഈശോയുടെ ജനനത്തിന് വേണ്ടി വാതിലിൽ മുട്ടിയ യൗസേപ്പ് പിതാവിനെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. ആഘോഷങ്ങൾ മതിമറന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ വന്ന് മുട്ടുന്ന ഈശോയെ നമുക്ക് തിരിച്ചറിയാതെ പോകാൻ സാധ്യതയുണ്ട്. ആഘോഷങ്ങളുടെ വർണ്ണങ്ങളിലല്ല, മറിച്ച് യേശു അനുഭവത്തിലേക്ക് ആഴപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ലാളിത്യത്തിലേക്ക്, എളിമയിലേക്ക്, സ്നേഹത്തിലേക്ക്, ക്ഷമയിലേക്ക്, കരുണയിലേക്ക് താഴേക്കിറങ്ങി വരുവാൻ തയ്യാറാകുമ്പോൾ അവിടെ ക്രിസ്മസ് ഒരനുഭവമായി നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കും. മങ്ങാത്ത ഓർമ്മകൾ, ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇതാണ് ക്രിസ്മസിൻ്റെ തലത്തിൽ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ജീസസ് ഫ്രട്ടേണിറ്റിയും അതുപോലെ ആകാശപ്പറവുകളുടെ കൂട്ടായ്മകളുമൊക്കെ ക്രിസ്മസിൻ്റെ മുന്നോടിയായിട്ട് തടവറകളിൽ ചെന്നിട്ട് അവരുടെ പാദങ്ങൾ കഴുകുമ്പോൾ, അവരുമായി സ്നേഹത്തോടെ ഐക്യപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈശോയുടെ ആ ജനനത്തിൻ്റെ അനുഭവം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നു. ഈശോ പറഞ്ഞില്ലേ, ഈ ചെറിയവരിൽ ഒരുവന് നീതി ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിൻ്റെ അനുഭവം കിട്ടണമെങ്കിൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ നമ്മുടെ മുന്നിലുള്ള
എളിയവരിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. അതാണ് ഒരു ക്രിസ്മസ് അനുഭവം, ജീവിക്കുന്ന തേജസ്സറ്റ ഒരു ക്രിസ്മസ് അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. അനുഷ്ഠാനങ്ങളും അതുപോലെ ആഘോഷങ്ങളും മാത്രമായിട്ട് പോകുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടാകും. എന്നാൽ ഈ തലങ്ങളിലൂടെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശൂന്യത ഉണ്ടാകില്ല. ഈ കാര്യങ്ങൾ കൂടി ചെയ്തതിന് ശേഷം നമ്മൾ ആഘോഷങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഈശോയുടെ ആ ഒരു അനുഭവം ഉണ്ടാകും, ശൂന്യത ഉണ്ടാകില്ല. യേശു അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ചെറിയവരിൽ ഈശോയെ കണ്ട് നന്മ ചെയ്യാനായിട്ട് താഴേക്ക് ഇറങ്ങി വരണം. ക്രിസ്മസ് അതിനുവേണ്ടി നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ താഴേക്കിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓർമ്മയിലുള്ള മറ്റൊരു ക്രിസ്മസ് അനുഭവമുണ്ട്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈമായപ്പോൾ ആ വെക്കേഷൻ്റെ സമയത്ത് വീട്ടിലെത്തുന്നു. പാരീഷിന് അവിടെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ ഡേഷ്യ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരു ക്രിസ്മസ് ആഘോഷമുണ്ട്, ക്രിസ്മസിന് മുമ്പായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ചേരിയിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കൂട്ടി ഒരു ക്രിസ്മസ് ആഘോഷമുണ്ട്. അപ്പോൾ അവിടെ വന്ന് 2 വചനം യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്മസിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം. അതിന് തയ്യാറായി ഒരുങ്ങി സന്തോഷത്തോടെ ഞാൻ അവിടെ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ചേരി പ്രദേശമാണ്. ഒത്തിരി പേര് അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവരാണ്, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവരാണ്. അവരുമായി ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് അവിടെ ചെറിയ കളിയും അതുപോലെ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഈ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ തെങ്ങ് കയറ്റക്കാരനാണ് ജോലി അവൻ്റെ. അവൻ തെങ്ങിൽ നിന്ന് വീണ് തളർന്നു കിടക്കുക, വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുക. ഒരാഘോഷങ്ങളിലോ ദേവാലയത്തിലോ ഒന്നും പോകാത്ത അവസ്ഥയിൽ അവൻ ആ ഭവനത്തിൻ്റെ അവിടെ കിടക്കുകയാണ്. അവൻ്റെ അടുത്ത് വെച്ചാണ്, ആ ചുറ്റുവട്ടത്തിൽ വെച്ചാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് ഈ സിസ്റ്റർ തീരുമാനമെടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞു, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് കേക്കുകൾ കട്ട് ചെയ്തു. ഈ തളർന്നു കിടക്കുന്ന ഈ വ്യക്തിയുടെ അടുത്തേക്ക് എല്ലാവരും ചെന്നു. അവിടെ ചെന്നിട്ട് ഈ കേക്ക് അവന് കൊടുത്തിട്ട് സന്തോഷത്തോടെ അവനുമായിട്ട് ക്രിസ്മസിൻ്റെ ആ മധുരം പങ്കുവെച്ചപ്പോൾ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ യേശു പിറന്ന ഒരനുഭവമായിരുന്നു. ഇന്ന് ആ യുവാവ് ഈ ലോകത്തിലില്ല. അവൻ മരണപ്പെട്ട് കടന്നുപോയി. ആ സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയ അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ക്രിസ്മസിൻ്റെ ഒരു ആസ്വാദനം പങ്കുവെച്ചപ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം പങ്കെടുത്തവർക്കെല്ലാം ലഭിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറണമെങ്കിൽ മുറിവേറ്റവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ തയ്യാറാകണം. മറ്റുള്ളവരാൽ അകറ്റപ്പെട്ട് ആരാലും ഗവനിക്കപ്പെടാതെ ഏകാന്തതയുടെ തുരുത്തുകളിൽ കഴിയുന്നവരുടെ ജീവിതങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ക്രിസ്മസിൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറായാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കും. അതിനുവേണ്ടി ഈ ക്രിസ്മസ് നമുക്ക് നല്ല നിലപാടുകളെടുക്കാം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ ക്രിസ്മസിന് പുതിയ തീരുമാനങ്ങളെടുത്ത് പുതിയ ഒരു ജീവിത ആഘോഷമാക്കി ജീവിതത്തെ മാറ്റാം. അനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും വർണ്ണങ്ങളിലും മാത്രം ക്രിസ്മസിനെ ഒതുക്കാതെ ജീവിതഗന്ധിയായ പച്ചയായ ജീവിത അനുഭവങ്ങളിലേക്ക് ക്രിസ്മസ് കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് താഴേക്കിടങ്ങളിലേക്ക് ഇറങ്ങി വരാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു പിറക്കുന്നില്ലെങ്കിൽ ഈ ആഘോഷങ്ങൾക്ക് അർത്ഥമില്ല എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തു എൻ്റെ ഉള്ളിൽ പിറക്കണമെങ്കിൽ എളിമയുടെ, വിനയത്തിൻ്റെ താഴ്ന്ന അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരോടൊപ്പം ഈ സന്തോഷം പങ്കുവയ്ക്കുവാനും തയ്യാറാകുമ്പോഴാണ് ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, ആരെയും അകറ്റി നിർത്താതെ കാർക്കശ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാശിയുടെയും മതിലുകൾ കെട്ടി ആരെയും അകറ്റി നിർത്താതിരിക്കുവാനും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മതിലുകൾ പൊളിച്ചു മാറ്റി ലാളിത്യത്തിലേക്ക് ഇറങ്ങി വന്ന് ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഇടങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ഈശോയെ ഞങ്ങൾക്ക് നൽകുവാൻ അമ്മ കടന്നുപോയ ആ സഹനാനുഭവങ്ങളെയും അമ്മ കടന്നുപോയ എളിമയെയും ധ്യാനിച്ച് എളിമയുള്ളവരായി ക്രിസ്മസ് ആഘോഷിക്കുവാൻ, കൃപയുള്ള ക്രിസ്മസ് ആഘോഷിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.